എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയെ ഓർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. സത്യത്തിൽ അവർ സന്തോഷത്തിലല്ല. നിങ്ങളെ ഉപേക്ഷിക്കാൻ എന്തായിരുന്നു അവരുടെ കാരണങ്ങൾ എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ പ്രചോദനമാവുന്നത്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്തത് ആദ്യത്തെ എന്ന ഈ ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ഇനി റീഡിങ് പറയുന്നത്. അവർ യഥാർത്ഥത്തിൽ സന്തോഷത്തിലല്ല. നിങ്ങളെ പിരിയുവാനായിട്ടുള്ള അവരുടെ കാരണങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. അവരുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള ചതികൾ നടന്നിട്ടുണ്ട്. ആ ചതികളുടെ ഫലമായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ പിരിയാനുള്ള കാരണം. അവർക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് മുമ്പോ മറ്റോ ഒക്കെ ഒരുപാട് ചതികൾ അവർക്കെതിരെ നടന്നിട്ടുണ്ട്. ആ ചതികളുടെ എല്ലാം ഫലമായിട്ട് അവരുടെ മനസ്സ് സത്യം പറഞ്ഞാൽ എന്ത് നിലപാട് ഓരോന്നിനും സ്വീകരിക്കണം എന്നുള്ളത് കൃത്യമായി അറിയാതെ പോയി. അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നതിൽ അറിവില്ലാതെ പോയപ്പോൾ അവർക്കൊരുപാട് ദുഃഖം തോന്നി. എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഡീല് ചെയ്യും എന്നുള്ളൊരു സംശയം അവർക്കായി. അവർ എല്ലാത്തിനെയും ചതിക്കുഴികളായിട്ട് കണ്ടു. എല്ലാം ചതിക്കുഴികളായിട്ട് അവർ കാണാൻ ശ്രമിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിലെ നന്മയും അവർ കണ്ടില്ല. അവരോട് ആളുകൾ ഒരുപക്ഷെ ഉപദേശിച്ചു കൊടുത്തത് അല്ലെങ്കിൽ അവർക്ക് സ്വയം ബോധ്യപ്പെട്ടത് ചതിക്കുക അല്ലെങ്കിൽ എല്ലാം ചതിയിലൂടെ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ആരും ആരോടും ആത്മാർത്ഥത കാണിക്കുന്നില്ല. അവർ കൃത്യമായ ആത്മാർത്ഥതയെ കണ്ടിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. അങ്ങനെ ആത്മാർത്ഥതയെ ഒരിടത്തും കാണാത്ത അവർക്ക് നിങ്ങളിലെ നന്മയെയും കാണാൻ സാധിച്ചില്ല. എല്ലാം ചതികളും വഞ്ചനയും ഒക്കെയാണെന്ന് അവർ കണക്ക് കൂട്ടി. അതുകൊണ്ട് തന്നെ ഹൃദയം തുറന്ന് സ്നേഹിക്കാനായിട്ട്, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അവർക്കത് കഴിയാതെ വന്നപ്പോൾ എല്ലാം ഒന്നുമല്ലാത്ത രീതിയിൽ അവർക്ക് തോന്നി. അവരെ അപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞ് പറ്റിക്കാനായിട്ട് കുറേ ആളുകളുണ്ടായിരുന്നു. അവരെ ആണ് ആ വ്യക്തി അവസാന സമയത്ത് വിശ്വസിച്ചത്. അവരാണ് ശരിയെന്നുള്ളൊരു മിഥ്യാധാരണയിൽ ആ വ്യക്തി കടന്നുപോയി. അങ്ങനെ സംഭവിച്ചപ്പോൾ നിങ്ങളിലെ നന്മ പോയിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അവർക്ക് സമയം കിട്ടാത്ത അവസ്ഥ വന്നു. അവരതിന് തുനിഞ്ഞില്ല, ശ്രമിച്ചില്ല. അവർക്ക് അതിനേക്കാൾ വലുത് മറ്റു പല കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ജീവിതത്തിൽ വലിയ തരത്തിലുള്ളൊരു നഷ്ടം ഉണ്ടായി. സ്വയം ആ വ്യക്തിയാണ് ചതിക്കപ്പെട്ടത്. നിങ്ങൾ ആ വ്യക്തിയെ ചതിക്കുകയല്ലായിരുന്നു എന്ന് ആ വ്യക്തിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു. ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് ദുഃഖിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മിഥ്യാധാരണകളും ഭയവും അജ്ഞതയുമാണ്. ആശയക്കുഴപ്പങ്ങൾ ആ വ്യക്തികൾ സൃഷ്ടിച്ചവർ തന്നെയാണ് ദുഷ്ടവാദി. പക്ഷെ ഇപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിൽ ആ വ്യക്തി ദുഃഖിക്കുകയാണ്. നമുക്കടുത്ത ഫയലിലേക്ക് പോകാം. വലിയ അളവിൽ നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചിരുന്നു. വലിയ ആത്മാർത്ഥതയിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. അങ്ങനെ നിങ്ങളും ആ വ്യക്തിയെ തിരിച്ച് സ്നേഹിച്ചു. പക്ഷെ പെട്ടെന്ന് വൈകാരികമായ തീരുമാനങ്ങൾ ആ വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും എടുത്തു. അങ്ങനെ ആ വ്യക്തി എടുത്ത വൈകാരികമായ തീരുമാനങ്ങൾ ആ പിടിവാശിയും ആ വ്യക്തിയെ ബുദ്ധിമുട്ടിലാക്കി. നിങ്ങൾ സ്നേഹിച്ചിരിക്കുമ്പോഴും താൻ പറയുന്നത് മുഴുവൻ നടക്കണം, താൻ പറയുന്നത് അതുപോലെ നടക്കണം എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായി. നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചിരുന്നു. പക്ഷേ നിങ്ങളിലൊരു അധികാരം എപ്പോഴും വേണമെന്നുള്ള പിടിവാശിയിൽ ആ വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ആ പിടിവാശി സത്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും നിങ്ങളോട് ആജ്ഞാപിക്കാനും ആ വ്യക്തി തുടങ്ങി. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കത് വലിയൊരു ബുദ്ധിമുട്ടായി മാറി. നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തൊരു ഘട്ടം വന്നു. പക്ഷെ ആ വ്യക്തി അതിനെ അങ്ങനെയല്ല കണ്ടത്. നിങ്ങൾക്കെന്ത് കഴിയും, നിങ്ങളെ കൊണ്ട് എന്തൊക്കെ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പരിധി എവിടം വരെ ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതെ ആ വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. അങ്ങനെ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് വൈകാരികമായൊരു തീരുമാനം എടുക്കുകയും പെട്ടെന്ന് ആ വ്യക്തി കടന്നു പോവുകയും ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകലുകയും ചെയ്തു. അപ്പോഴും ആ വ്യക്തിയെ വാശിയെ
മുൻനിർത്തിയാണ് ആ വ്യക്തിയുടെ ജീവിതം പോയത്. തിരിച്ച് നിങ്ങളിലേക്ക് എത്താനോ ഒക്കെ അവസരം ഉണ്ടായിരുന്നിട്ടും ആ വ്യക്തിയുടെയും നിങ്ങളുടെയും നന്മ ഉപദേശിക്കുന്നവർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ആ വ്യക്തിയുടെ നിങ്ങൾക്ക് തന്നെ അത്ഭുതമായി, എന്തുകൊണ്ട് എൻ്റെ ഈ വ്യക്തി, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ള അത്ഭുതം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായി. അങ്ങനത്തെ നിലപാടുകളായിരുന്നു ആ വ്യക്തി സ്വീകരിച്ചു പോകുന്നത്. നിങ്ങളെപ്പോലും അത് ഒരുപാട് ദുഃഖത്തിനാഴ്ത്തി. ഏതായാലും വലിയ തരത്തിലുള്ള ദുഃഖം, വലിയ തരത്തിലുള്ള സങ്കടം ഒക്കെ സമ്മാനിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിച്ചു. പക്ഷേ ആ വ്യക്തി യഥാർത്ഥത്തിൽ സന്തോഷത്തിലല്ല. വൈകാരികമായി താനെടുത്ത തീരുമാനങ്ങൾ തൻ്റെ ജീവിതത്തെ തകർത്തു എന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാനുള്ള തീരുമാനം ആ വ്യക്തിയുടെ വൈകാരികതയും ഒരുപക്ഷെ വാശിയും ഒരുപക്ഷെ അഹങ്കാരം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ഷമ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹതാപമുള്ളതുകൊണ്ട് നിങ്ങളത് അംഗീകരിക്കുമെന്നറിയില്ല. പക്ഷെ ആ വ്യക്തിയുടെ തെറ്റായ തീരുമാനങ്ങളാണ് ഇതിന് കാരണമായത്. നിങ്ങളെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ കുറവാണ്. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിധി ഉണ്ടായിരുന്നു. മാക്സിമമോ അതിൻ്റെ അപ്പുറമോ ഒക്കെ നിങ്ങൾ സഹിച്ചിരുന്നു. ഇപ്പോൾ ആ വ്യക്തിക്ക് ദുഃഖമുണ്ട്. ഏത് സമയത്തും തിരിച്ചു വരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.